വെൽക്കം ടു PSC പ്രാക്ടീസ്. അപ്പോൾ കുറേ കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ കേട്ടപ്പോഴാണ് കമൻസിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ വീഡിയോ എത്രത്തോളം എത്ര പേർക്ക് അത് യൂസ്ഫുള്ളായി എന്ന് കണ്ടപ്പോഴാണ്. അപ്പോൾ അതിൽ ചിലവർക്ക് ചില ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പല വീഡിയോ ആയിട്ടിടാം. അപ്പോൾ ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, കൂടുതലായി കണ്ട ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ തുടക്കക്കാരെന്ന നിലയിൽ ഇന്നത്തെ PSC രീതിയിൽ, പഠന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് പഠിക്കാൻ തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചായിരുന്നു. പിന്നെ മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത്, കുറേ കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും എവിടെയും എത്തുന്നില്ല, അതായത് നമ്മുടെ ആ ഒരു ലെവല് ഉയരുന്നില്ല, നമുക്ക് PSC കിട്ടുന്നില്ല എന്നൊരു ടൈപ്പ് ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഡൗട്ടും ഒക്കെയാണ്. അപ്പോൾ തുടക്കക്കാർക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ്, നമ്മൾ ആദ്യം നമ്മുടെ ബേസിക് സബ്ജക്റ്റ് അതെന്താണെന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കുക, അത് പഠിക്കാനും ശ്രമിക്കുക. അതായത് നിങ്ങൾ തയ്യാറെടുക്കുന്ന എക്സാമുകളുടെ എല്ലാം സിലബസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചില കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ഒരു എക്സാമ്പിളിന് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അതൊന്ന്, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ എക്കണോമിക്സ്, അങ്ങനെ ചില സബ്ജക്റ്റുകളെന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. ചിലതെന്ന് പറയുന്നത് ആ ഒരു എക്സാമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. അതേപോലെ തന്നെ ആ സിലബസ് കൃത്യമായി മനസ്സിലാക്കിയാൽ ഏത് ഭാഗം പഠിച്ചാൽ കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നതിലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകും. ഓട്ടോമാറ്റിക്കായിട്ട് അത് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരും, എനിക്കത് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കണം. അത് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ അത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കായിരിക്കും. ഓരോ ഇപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിലും 10th ലെവലാണെങ്കിലും ഓരോ സബ്ജക്റ്റിനും മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നതിലൊരു കൃത്യത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത്, ഇതിന് യൂസ്ഫുള്ളായിട്ട് വേണ്ട ഒരു സംഭവമാണ് ബുക്ക് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ബുക്കാണ് റെഫർ ചെയ്യുന്നത്. ബുക്കിലൊരു ഭാഗമാണ് നോക്കുക. അല്ലാതെ ചിലവരുണ്ട് വീഡിയോസ് കണ്ട് പഠിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ഒരു ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ളതുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അതായിരിക്കും യൂസ്ഫുൾ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് റെഫർ ചെയ്യാൻ ഒരു ബുക്ക് അത്യാവശ്യമാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും, ചിലപ്പോൾ എല്ലാം നമ്മുടെ മൈൻഡിൽ നിന്നോളണമെന്നില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനും പിന്നീട് റിവൈസ് ചെയ്യാനും, നമുക്കൊരു ടോപ്പിക്ക് കവർ ചെയ്തു എന്നൊരു ഫീൽ തോന്നാനും ഒരു ബുക്ക് എനിക്ക് അത്യാവശ്യമായിരുന്നു. അത് നിങ്ങളിലും ഉണ്ടാവുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം കൂടിയാണ്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അഡീഷണലായിട്ട് അതിലില്ലാത്ത വിവരങ്ങൾ നമ്മൾ വീഡിയോസിലൂടെയും പ്ലസ് നമ്മുടെ ക്ലാസ്സിലൂടെയൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത്. ശരിക്കും ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് 50% ഒരു സാറ് നമുക്ക് പഠിപ്പിച്ചെടുക്കുന്നുള്ളൂ. ബാക്കി 50% എന്ന് പറയുന്നത് നമ്മൾ പുറമേ നിന്ന് നേടിയെടുക്കേണ്ടതാണ്. അതായത് ന്യൂസ് പേപ്പറിലായിരിക്കും ചിലർ അനലൈസ് ചെയ്യും, അതേപോലെ വീഡിയോസിലൂടെ, ബുക്സിലൂടെ, അതായത് അങ്ങനെ, അതേപോലെ തന്നെ കമ്പൈൻ സ്റ്റഡിയിലൂടെ അങ്ങനെ നേടിയെടുക്കുന്നതാണ് ബാക്കി 50%. ആ 50%ലാണ് ഓരോരുത്തരുടെയും റാങ്ക് വ്യത്യാസപ്പെടുന്നതും. ഒരേ ക്ലാസ്സിലുള്ളവർക്കും വ്യത്യസ്തമായ റാങ്ക് വരുന്നത് അതുകൊണ്ടാണ്. ഓരോരുത്തരും ഹാർഡ് വർക്ക് ചെയ്യുന്ന രീതി വ്യത്യാസമായതുകൊണ്ടാണ്. പിന്നെ ഓരോരുത്തരും പഠിക്കുന്ന ടൈം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്ക് രാവിലെ ആയിരിക്കും വളരെയധികം പഠിക്കാൻ ഇഷ്ടവും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്നതും. ചിലവർക്ക് രാത്രിയായിരിക്കും, ചിലവർക്ക് അല്ലെങ്കിൽ ചിലവർക്കെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ടൈം അത് ഏതാണോ അത് യൂസ്ഫുള്ളായിട്ട് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാം. എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഒരു ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ രാവിലെ ഒരു 2 മണിക്കൂർ പഠിക്കും. പക്ഷേ അതിൻ്റെ ഇടയിലും, അതായത് വർക്കിൻ്റെ ഇടയിലും കിട്ടുന്ന സമയം ഒരു എന്താ പറയുക, വല്ല സീരിയൽ കാണാനോ അല്ലെങ്കിൽ സിനിമ കാണാനോ, ഒരു ക്ലാസ് നേരത്തെ വിട്ടാൽ അല്ലെങ്കിൽ വർക്ക് നേരത്തെ കഴിഞ്ഞാൽ ഒരു സിനിമ കാണാം
പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് കാണാം. അങ്ങനെ ഒരു ലാഘവത്തോടു കൂടി വിടാതെ എത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ആ ടൈം എത്രത്തോളം നമ്മൾ PSCക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ ഇത്രയും കാലം പഠിക്കുന്നുണ്ട്, അത് കിട്ടാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഞാനൊക്കെ PSC പഠിക്കുന്ന എന്നെപ്പോലെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു കുത്തലുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് നമ്മൾ PSC കിട്ടണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി പഠിക്കുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഈ 3 മണിക്കൂർ ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യുന്നല്ലോ എന്നൊരു ഫീല് കാണും. മനസ്സിൽ വരും, PSC കിട്ടിയിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് സിനിമ കാണാമല്ലോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് സിനിമ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, പുറത്ത് പോക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം. ഒരു രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ പഠിച്ചാൽ മതി. ഞാൻ ദിവസം 4 മണിക്കൂർ പഠിക്കുന്നുണ്ടല്ലോ, അത് മതി എന്ന് മനസ്സിൽ വരികയാണെങ്കിൽ ആ ഒരു കിട്ടുന്നതും, അതായത് PSC നമ്മളോട് അടുക്കുന്നതും കുറച്ച് വൈകിട്ടായിരിക്കും. അത് പഠിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നതും കുറച്ച് വൈകും. നമ്മൾ കൃത്യം, അതായത് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആ PSC എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. നമ്മൾ ഒരു 3 മണിക്കൂർ ഒരു സിനിമ കണ്ട് വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയമൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വേറെയുണ്ട്. അവർ മുന്നിൽ കയറും എന്നൊരു നമുക്കൊരു എന്താ പറയുക, ഒരു ചിന്ത, ഒരു കോംപ്ലക്സ് അത് ചെറുതായിട്ടെങ്കിലും വേണം. നമ്മളെക്കാൾ മുന്നിലാരും കയറരുത്, നമ്മൾ ഫസ്റ്റ് വേണം, ഫസ്റ്റല്ല ഒരു 100-നുള്ളിൽ നമ്മൾ ഉൾപ്പെടണം എന്നൊരു ആഗ്രഹം എപ്പോഴും കയ്യിൽ വേണം. അതിനു വേണ്ടി പ്രയത്നിക്കുമ്പോഴേ നമുക്ക് ആ ടൈമൊക്കെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് PSC വേണമെന്നൊരു അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ഡെഡിക്കേഷനും ടൈമും ഹാർഡ് വർക്കിങ്ങും ഒക്കെ താനെ വന്നോളും. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, എനിക്കത് വേണം എന്നൊരു അതിയായൊരു ആഗ്രഹവും അത്യാവശ്യവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അതിനു വേണ്ടി പ്രയത്നിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. അതായത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയം, അതായത് ഒരുപാടുണ്ട്. അതായത് ഫ്രീ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാം ഒരുപാട് നേരം, അല്ലെങ്കിൽ TV കാണാം, സീരിയൽ കാണാം, അങ്ങനെ പല രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ കുറേ സംഭവങ്ങളുണ്ട്. അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അതിനേക്കാട്ടിൽ വലിയ ആവശ്യം PSC കിട്ടുക എന്നതായിരിക്കണം. അങ്ങനെയുള്ളവർക്കേ ടൈം അത്രത്തോളം ഒരു ചെറിയൊരു സമയം ഉണ്ടെങ്കിൽ പോലും PSC പഠിക്കാനുള്ള ഒരു ത്വര വരുള്ളൂ. ഇത്രയാണ് എനിക്ക് കുറച്ച് പറയാനുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിൽ